ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബുള്ളറ്റ് ജേർണൽ വീഡിയോ ആണേ. ഈ ബുള്ളറ്റ് ജേർണലും കാര്യങ്ങളോ അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ല. കാരണം ഒരുപാട് യൂട്യൂബേഴ്സും ക്രാഫ്റ്റേഴ്സും ഒക്കെ അങ്ങനെ ഈ ബുള്ളറ്റ് ജേർണലിനെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മൾ എല്ലാ മന്തിലും നമ്മൾ ബുള്ളറ്റ് ജേർണൽ സെറ്റാക്കും കേട്ടോ. അങ്ങനെ ഓരോ ടൈപ്പ് ജേർണലുണ്ട്. അപ്പോൾ നമുക്ക് എന്നുവെച്ചാൽ ഒരു വർഷത്തേക്ക് പ്ലാൻ ചെയ്യുന്ന രൂപത്തിലുള്ള അതുണ്ട്, പിന്നെ മന്ത്ലി ഉണ്ട്, പിന്നെ വീക്കിലി ഉണ്ട്, അങ്ങനെ പിന്നെ ഡേ 1 ഡേ ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ തന്നെ പിന്നെ മുന്നോട്ട് പോകാനും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന അത്രയും ഡീറ്റെയിൽസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് സെലക്ട് ചെയ്ത തീം ഒരു ഫ്ലവേഴ്സിൻ്റെയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കിതിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് പ്രിൻട്രസ്റ്റിൽ ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നമുക്ക് സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വരച്ചാൽ മതി. പിന്നെ ജേർണൽ ചെയ്യാൻ ഇതുപോലത്തെ ഡയറി വേണമെന്നൊന്നൊരു നിർബന്ധമില്ല. നിങ്ങളടുത്ത് സാധാരണ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പെൻസിലുകൊണ്ട് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ കൊടുത്ത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരച്ച് ഇതിൽ കാണിക്കാനായിട്ട് പറ്റില്ല, കാരണം വെച്ചാൽ ലോങ് വീഡിയോ ആയിപ്പോൾ. അപ്പോൾ ഞാനൊരു റെഫറൻസ് നോക്കിയിട്ടാണ് കേട്ടോ ഫസ്റ്റായിട്ട് എല്ലാം ഒന്ന് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് പേജ് ജസ്റ്റ് ഒന്ന് ഹലോ 2025 എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഫ്ലവേഴ്സും കാര്യങ്ങളാണല്ലോ എൻ്റെ തീം. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ വരച്ചു കൊടുത്ത് ജസ്റ്റ് കളർ പെൻസിലും കൊണ്ടാണ് കേട്ടോ ഞാനിത് കളറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഉള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് സിമ്പിളായിട്ട് എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമോ അത്രയും അടിപൊളിയാക്കിയിട്ട് ചെയ്യുക. കാരണം ഇത് നമ്മൾ ചെയ്തൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തന്നെ എന്താ പറയുക നല്ലൊരു മൈൻഡ് റിലീഫിങ്ങും ഒക്കെ തോന്നും. ഇത് അടിപൊളിയാണല്ലോ എന്നൊക്കെ നമുക്ക് തന്നെ നന്നായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേജ് അങ്ങനെ കവർ ചെയ്ത് ഡിസൈനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ആഗസ്റ്റ് മന്തിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആഗസ്റ്റിലെ കലണ്ടർ ജസ്റ്റ് ഒന്ന് പിന്നെ ഇതിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കലണ്ടറിൽ നിങ്ങളെ ആരെങ്കിലും പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടെങ്കിൽ അതും ഇതിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആരുടെയും ബർത്ത്ഡേയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡേയ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ജസ്റ്റ് ആഗസ്റ്റ് 15 ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മളെ ഈ മന്തിൽ ഗോൾസും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും അവിടെ ഒരു കോളം വരച്ച് കൊടുത്തിട്ട് ഗോൾസ് എന്നൊക്കെ എഴുതിയിട്ട് ഡോട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിനായിട്ട് ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ജേർണലിൽ മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു തീം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ക്യാറ്റിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ആഗസ്റ്റിൽ എത്ര ഡേയ്സ് ഉണ്ടോ അത്രയും ക്യാറ്റ് നമ്മൾ ഇവിടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ഡേയിലും മൂഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇമോജി രൂപത്തിൽ, അതായത് ക്യാറ്റിൻ്റെ ഇമോജി രൂപത്തിൽ അതും ഇവിടെ വരച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഓരോ ഡേയ്സിലും നമുക്ക് ഏത് മൂഡാണോ അതിന് വെറൈറ്റി കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ മൂഡിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ ദിവസം ആ ക്യാറ്റിന് കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഹാബിറ്റ് ട്രാക്കറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈഫിൽ ഡെയിലി നടക്കുന്ന റൊട്ടീനും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ. അപ്പോൾ ഇതൊന്ന് ഓർഗനൈസ് ചെയ്യാനും പിന്നെ അതൊന്ന് മറന്നു പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഞാനിവിടെ ഡെയിലി അതായത് ഈ ഒരു മന്തിൽ 31 ഡേയ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ 31 സീറോസ് ഇവിടെ പിന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി കൊടുക്കുക. ഞാനിവിടെ വാട്ടറും അതുപോലെ തന്നെ സെൽഫ് കെയറും റീഡിങ്ങും പിന്നെ യൂട്യൂബ് പിന്നെ നമ്മളെ ഡെയിലി റൊട്ടീനും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താക്കുക ഇതിൽ എഴുതി കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ഓരോ ഹാബിറ്റിനും ഓരോരോ കളറാണ് കേട്ടോ ഞാനവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്താൽ അതിനനുസരിച്ച് ആ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിലുള്ള കളേഴ്സ് നമ്മൾ എന്താക്കുക ഓരോ ഹാബിറ്റിൻ്റെ അടിയിലും കളർ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളും പെയിൻറ്റൊക്കെ അടിച്ചതിന് ശേഷം അതൊന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ആഗസ്റ്റ് മന്തിലെ ബഡ്ജറ്റ് ട്രാക്കറാണ് കേട്ടോ. ഈ ഒരു ബഡ്ജറ്റ് ട്രാക്കറും എന്താ പറയുക നല്ലൊരു യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾക്ക് ഓരോ എക്സ്പെൻസ് നമ്മളിങ്ങനെ ചിലവാക്കും, പക്ഷേ അത് നമ്മൾ ഒരിക്കലും നോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ബാലൻസ് എത്ര ഉണ്ട് അല്ലെങ്കിൽ സേവിങ്സ് എത്ര ഉണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ ഡെയിലി ക്യാഷ് ഇങ്ങനെ പിന്നെ എന്താ പറയുക കുറച്ചും സേവ് ചെയ്യാണ്ട് തന്നെ നമ്മളിങ്ങനെ ചിലവാക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പെൻസിൽ കൊണ്ടാണല്ലോ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് എല്ലാം ഒന്ന് മായ്ച്ചെടുത്തൊന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വോയിസിൽ പിന്നെ പുറത്തുള്ള ശബ്ദം കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത പോലെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഈ ഒരു കോഡ്സോടെ ഈ ഒരു ബുള്ളറ്റ് ജേർണൽ ഇവിടെ പിന്നെ അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് സെൽഫ് കെയർ ആയിട്ട് നമുക്ക് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കോഡ്സും കാര്യങ്ങളൊക്കെ അത് എഴുതി കൊടുത്തതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ജേർണൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നമ്മൾ വെറുതെ ചെയ്ത് വെച്ച് എടുത്തു വെക്കാനുള്ളതല്ല, നമ്മൾ ഡെയിലി എന്താക്കണം ഇതൊന്ന് ട്രാക്ക് ചെയ്ത് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ജസ്റ്റ് ഞാനും ഇതുപോലെ ഒന്നും ഓർഗനൈസ്ഡ് ഒന്നല്ല, ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ആവണമെന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഡെയിലി മൂഡും കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹാബിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ ഓർമ്മയിൽ വെച്ചിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ജേർണൽ ഇഷ്ടമായവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മന്ത്ലി ടോപ്പ് കമൻറ്റർക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് ഗിവ് അവേയും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മാക്സിമം കൂടെ തന്നെ ഉണ്ടാകുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.